ഇന്ന് DSM-5 അണ്ടറിൽ വരുന്ന ഒരു കാറ്റഗറി ഓഫ് മെന്റൽ ഹെൽത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ട്രോമ ആൻഡ് സ്ട്രെസ് റിലേറ്റഡ് ഡിസോർഡേഴ്സിനെ കുറിച്ചാണ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് റിയാക്റ്റീവ് അറ്റാച്ച്മെന്റ് ഡിസോർഡർ. പേര് പറയുന്ന പോലെ തന്നെ അറ്റാച്ച്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ആണ്. അപ്പോൾ ഇത് മെയിൻലി കണ്ടുവരുന്നത് പിള്ളേരിലാണ്. അതും ഈ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഈ പിള്ളേർക്ക് ഇമോഷണൽ ബോണ്ട് അവരുടെ പ്രൈമറി കെയർ ഗിവേഴ്സ് അഥവാ പാരൻസ് ആയിട്ട് അവർക്ക് ഫോം ചെയ്യാൻ പറ്റുന്നില്ല. പാരൻസ് അവരുടെ അടുത്ത് എത്ര പോയിട്ട് അറ്റാച്ച് ആവാൻ നോക്കിയാലും അവരെ തള്ളി മാറ്റി ഈ പിള്ളേർ മാറി നിൽക്കും. ഇതിന്റെ മേജർ കോസൽ ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഗ്ലക്ട് ഫ്രം പാരൻസ്, ബാഡ് ചൈൽഡ്ഹുഡ്, അതുപോലെ തന്നെ ഫിസിക്കൽ ഓർ മെന്റൽ അബ്യൂസ് ഇൻ ചൈൽഡ്ഹുഡ് ആണ് മേജർ കോസൽ ഫാക്ടർ. ഈ പിള്ളേര് ഹഗ് ചെയ്യാൻ പോലും തയ്യാറായിരിക്കില്ല. കാരണം അവർക്ക് ഇമോഷണലി അവർക്ക് അറ്റാച്ച് ചെയ്യേ വേണ്ട. ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ തന്നെ ഒന്നെങ്കിൽ അവർ റെസ്പോണ്ട് ചെയ്യില്ല, അല്ലെങ്കിൽ അവർ മാറിക്കളയും. ഇനി ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഉണ്ട്. തെറാപ്പീസ് ആണ് മേജർലി കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്. അതിൽ തന്നെ സൈക്കോതെറാപ്പി, ഫാമിലി തെറാപ്പി, സ്കിൽ ഡെവലപ്മെന്റ് അങ്ങനത്തെ സംഭവങ്ങളാണ് മേജർലി കണ്ടുവരിക. ഇനി ഒക്കറൻസ് റേറ്റ് എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ് എപ്പോഴും ഇല്ല. പക്ഷെ എന്നാലും ഒരു 1-2% നമുക്കിത് കണ്ടുവരാം. ഇതൊരു ഭയങ്കരമായിട്ട് മിസ് ഡയഗ്നോസ് ചെയ്യപ്പെടുന്ന ഒരു മെന്റൽ ഡിസോർഡറും കൂടിയാണ്. കാരണം ഇതിപ്പോ സാധാരണ ഒരു കുട്ടി ഒരു വാശിപ്പുറത്ത് അവൻ ഇപ്പോൾ ഒരു വഴക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അച്ഛനും അമ്മയായിട്ടുണ്ടെങ്കിൽ അവൻ ഇതേ സിംറ്റംസിനെ കാണിക്കും. പക്ഷെ ഇത് പെർസിസ്റ്റന്റ് ആയിട്ട് എത്രയോ കാലത്തേക്ക് ഇത് തന്നെ കാണിക്കുന്നതിൽ വരുമ്പോഴാണ് ഇതൊരു റിയാക്റ്റീവ് അറ്റാച്ച്മെന്റ് ഡിസോർഡറായി മാറുക.